സൗദിയിൽ ഫലസ്തീൻ രാജ്യം രൂപീകരിക്കണമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കനത്ത പ്രതികരണവുമായി സൗദി അറേബ്യ. ഫലസ്തീനികൾക്ക് പകരം ഇസ്രയേലികളെ അലാസ്കയിലേക്കോ ഗ്രീൻലാൻഡിലേക്കോ അയക്കണമെന്ന് സൗദി ഷൂറ കൗൺസിൽ അംഗം യൂസഫ് ബിൻ റാത്ത് അൽ ഷദോൻ പറഞ്ഞു. ചർച്ചകൾ നടത്താതെയും ബന്ധപ്പെട്ടവരുടെ ഉപദേശങ്ങൾ വകവയ്ക്കാതെയുമുള്ള ട്രംപിന്റെ തീരുമാനങ്ങളെ അൽ ഷദോൻ വിമർശിച്ചു. വംശഹത്യയെയും നിയമവിരുദ്ധമായ അധിനിവേശത്തെയും ട്രംപ് പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സയനിസ്റ്റുകളുടെ അജണ്ട മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണ്. ഷൂറ കൗൺസിൽ വോട്ടിനിട്ടാണ് സുപ്രധാന നയരൂപീകരണങ്ങൾ നടത്തുന്നത്. ഫലസ്തീൻ രാജ്യം സൗദിയിൽ സ്ഥാപിക്കണമെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ UAE ശക്തമായ പ്രതികരണവുമായി രംഗത്തുവന്നു. സൗദിക്കെതിരെയുള്ള പ്രസ്താവന പ്രകോപനപരവും അംഗീകരിക്കാൻ പറ്റാത്തതുമാണെന്ന് UAE വ്യക്തമാക്കി. സൗദിയുടെ പരമാധികാരം അലംഘനീയമായ റെഡ് ലൈനാണ്. ഒരു രാജ്യത്തിനും അത് ദുർബലപ്പെടുത്താനോ ലംഘിക്കാനോ ആവില്ലെന്നും UAE മന്ത്രി ഷഹീൻ അൽ മറാർ വ്യക്തമാക്കി. പ്രകോപനപരവും അസ്വാഭാവികവുമായ പ്രസ്താവനയാണിത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ UN ചാർട്ടർ ലംഘനമാണെന്നും UAE പറഞ്ഞു. സൗദിയുടെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും എതിരെ നിൽക്കുന്നവർക്കെതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളുമെന്നും UAE പറഞ്ഞു. ആര് വിചാരിച്ചാലും ഫലസ്തീനികളെ സ്വന്തം മണ്ണിൽ നിന്ന് പറിച്ചെറിയാനാവില്ലെന്നും ദ്വിരാഷ്ട്ര പരിഹാരമാണ് പ്രശ്നപരിഹാരത്തിന് വേണ്ടതെന്നും UAE വ്യക്തമാക്കി. ഫലസ്തീനികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ചരിത്രപരമായി രാജ്യം കൈക്കൊള്ളുന്ന നിലപാട് തുടർന്നുണ്ടാവുമെന്നും UAE വ്യക്തമാക്കി.